കോഴിക്കോട് കൈതപ്പൊയിലിലെ അപ്പാർട്ട്മെന്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ നിർണായക ശബ്ദ സന്ദേശം പുറത്ത്. കാക്കൂർ സ്വദേശി ഹസ്ന പങ്കാളിയായിരുന്ന ആദിലിന് അയച്ച വാട്സപ്പ് ഓഡിയോ ആണ് പുറത്തു വന്നത്. തന്റെ ജീവിതം നശിപ്പിച്ചെന്നും ലഹരി ഇടപാട് പുറത്ത് പറയുമെന്നും യുവതി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. TP വധക്കേസ് പ്രതി കൊടിസുനിയടക്കം കുടുങ്ങുമെന്നും യുവതിയുടെ ഓഡിയോയിൽ പറയുന്നു. ഹസ്നയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ജനുവരി 1-നാണ് കാക്കൂർ സ്വദേശിയായ 34-കാരി ഹസ്നയെ കൈതപ്പൊയിലിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി വേർപിരിഞ്ഞ ഹസ്ന വേനക്കാവ് സ്വദേശിയായ ആദിലിനൊപ്പമാണ് 5 മാസത്തിലേറെയായി കഴിഞ്ഞിരുന്നത്. ഹസ്നയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് കേസിൽ നിർണായകമായ ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ അപ്പുറം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിന് മുതൽ ഷിബു വരെ കുടുങ്ങും. സത്യമാണ്. ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസിൻ്റെ ഇടയിൽ എനിക്ക് രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഫോൺ എടുത്തോ. തന്റെ ജീവിതം നശിച്ചെന്നും ലഹരി ഇടപാട് പുറത്തു പറയുമെന്നും യുവതി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. TP കേസ് പ്രതിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കൊടിസുനിയുടെയും ഷിബുവിന്റെയും വിവരങ്ങൾ പുറത്തുവിടുമെന്നും കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങുമെന്നും യുവതിയുടെ ഓഡിയോയിലുണ്ട്. ഹസ്ന 2 മാസം മുൻപ് ആദിലിനയച്ച ഓഡിയോ ആണ് പുറത്തു വന്നത്. ഹസ്നയ്ക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് ക്രിമിനൽ സ്വഭാവമുള്ളയാളായിരുന്നുവെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരുന്നത്. സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമെന്ന് അമ്മയെ വിളിച്ചറിയിച്ചതിന് പിന്നാലെയാണ് ഹസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഹസ്നയുടെ മരണക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലത്ത് കാൽ തട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു. ആദിലിന്റെ ലഹരി ഇടപാടും ക്രിമിനൽ പശ്ചാത്തലവും നാട്ടുകാരും കുടുംബവും പോലീസിനെ അറിയിച്ചിരുന്നതാണ്. അതേസമയം ഹസ്നയുടേത് തൂങ്ങി മരണമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശരീരത്തിൽ മുറിവോ ചതവോ ഇല്ല. ഹസ്നയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. മരണത്തിൽ ഇതുവരെ ഹസ്നയുടെ കുടുംബത്തിന്റെ മൊഴിയെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. ശബ്ദ സന്ദേശം പോലീസിന് കൈമാറുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുമ്പോഴും ദുരൂഹത ഉറപ്പിക്കുന്ന നിർണായക തെളിവുകളാണ് പുറത്തുവരുന്നത്. ഹസ്നയുടെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ഹസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരണം. വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.